എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥ തുടരുകയാണ്. ശൗനകൻ ചോദിച്ചു, ഹേ സൂത, ജ്ഞാനാദികളെക്കാൾ ശ്രേഷ്ഠമാണ് സപ്താഹമെന്ന് അവിടുന്ന് പറയുകയുണ്ടായല്ലോ. ഭാഗവതമാണ് പരമശ്രേയസ്സിനെ പ്രദാനം ചെയ്യുന്നതെന്ന് യോഗീശ്വരന്മാർ പോലും പറയുവാൻ കാരണമെന്താണ്? സൂതൻ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അവതാര ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റി സ്വസ്ഥാനത്തെ പ്രാപിക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. അവയെല്ലാം ശ്രവിച്ചതിന് ശേഷം ഉദ്ധവർ കൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ കൃഷ്ണ, അവിടുന്ന് ഭക്തന്മാരുടെ കാര്യങ്ങൾ നിർവഹിച്ച് സ്വസ്ഥാനത്തെ പ്രാപിക്കാൻ ഒരുങ്ങുകയാണല്ലോ. എൻ്റെ മനസ്സിലുള്ള ഒരു സംശയം കൂടി അവിടുന്ന് നിവർത്തിച്ചു തരണമേ. ഘോരനായ കലി വന്നിരിക്കുന്നു. ദുർജന സംസർഗം കൊണ്ട് സജ്ജനങ്ങൾ പോലും അധപ്പതിക്കും. ദുഷ്ടന്മാരുടെ ഭാരം താങ്ങാനാവാതെ ദുഃഖിക്കുന്ന ഗോരൂപിണിയായ ഭൂമിദേവി ഇനി ആരെയാണ് ശരണം പ്രാപിക്കുക? അവിടുന്ന് നിർഗുണബ്രഹ്മമാണെങ്കിൽ പോലും ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായി സഗുണമായ രൂപത്തെ സ്വീകരിച്ച് ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് സാധുക്കളിൽ കൃപ തോന്നി ഈ ഭൂമിയിൽ നിന്നും പോകരുതേ. സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനായി ഇവിടെ തന്നെ നിൽക്കണമേ. അങ്ങയുടെ തിരോധാനത്തെ ഭക്തന്മാർ എങ്ങനെയാണ് സഹിക്കുക? അവിടുന്ന് നിർഗുണ ബ്രഹ്മത്തിലേക്കാണല്ലോ മടങ്ങിപ്പോകുന്നത്. നിർഗുണോപാസന ചെയ്യാൻ വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് അവിടുന്ന് ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനായി ഇവിടെ തന്നെ നിൽക്കുകയല്ലേ നല്ലത്. ഉദ്ധവരുടെ അഭ്യർത്ഥന കേട്ട് ഭഗവാൻ പ്രഭാസതീരത്ത് വെച്ച് ഭക്തന്മാരുടെ സംരക്ഷണത്തിനായി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുകയുണ്ടായി. അനന്തരം ഭഗവാൻ സ്വതേജസ് മുഴുവൻ ഭാഗവതത്തിൽ ലയിപ്പിച്ചു. അങ്ങനെ ഭാഗവതം മുഴുവനും ഭഗവാന്റെ തേജോരൂപമായി തീർന്നു. ഇതിനു ശേഷമാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. അതുകൊണ്ട് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷമായ വാക്മയ സ്വരൂപമാണെന്ന് പറയുന്നു. ഭാഗവതത്തെ ഉപാസിക്കുക, ദർശിക്കുക, പാരായണം ചെയ്യുക മുതലായവയെല്ലാം സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് സപ്താഹശ്രവണം സർവ്വതിലും വെച്ച് ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. തപസ്, യോഗം മുതലായവയെ അപേക്ഷിച്ച് ഭാഗവത ശ്രവണമാണ് കലിയുഗത്തിൽ മർത്യധർമ്മമായി പറഞ്ഞിരിക്കുന്നത്. ദുഃഖം, ദാരിദ്ര്യം, ദൗർഭാഗ്യം, പാപം മുതലായവയെ നശിപ്പിക്കുന്നതിനും കാമക്രോധാദികളെ ജയിക്കുന്നതിനും കലിയുഗത്തിൽ വിധിച്ചിരിക്കുന്നത് സപ്താഹ ശ്രവണമാണ്. അല്ലാതെ ദേവന്മാർക്ക് പോലും ജയിക്കാൻ പ്രയാസമേറിയ വിഷ്ണുമായയെ മർത്യർക്ക് എങ്ങനെയാണ് ജയിക്കുവാൻ സാധിക്കുക? സൂതൻ പറഞ്ഞു, അല്ലയോ ശൗനക മഹർഷേ, ആ സദസ്സിൽ വെച്ച് സനകാദി മുനീന്ദ്രന്മാർ ഇപ്രകാരം നഗാഹത്തിന്റെ വൈഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുത സംഭവമുണ്ടായി. അതെന്താണെന്ന് കേട്ടാലും. നഗാഹം എന്ന ഒരു പുതിയ പദം കേട്ടല്ലോ, അതെന്താണെന്ന് നോക്കാം. നഗം എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം. കുലപർവ്വതങ്ങൾ 7 ആയതുകൊണ്ട് പർവ്വതം എന്ന അർത്ഥത്തിലുള്ള പദങ്ങൾ 7 എന്ന അക്കം സൂചിപ്പിക്കാൻ ഉപയോഗിക്കും. ഇത് ഭൂതസംഖ്യാക്രമത്തിൽ ഉള്ളതാണ്. ഭൂതസംഖ്യാപ്രകാരം ചില പദങ്ങൾക്ക് അക്കങ്ങൾ തിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണമായി ഖം എന്നത് ആകാശത്തെ സൂചിപ്പിക്കുന്നു. ആകാശം ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഖം എന്നത് 1-നെ സൂചിപ്പിക്കുന്നു. അടുത്തത് ഭൂതം. ഭൂതങ്ങൾ 5 എണ്ണമാണ്, പഞ്ചഭൂതങ്ങൾ. അവ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണല്ലോ. അതിനാൽ ഭൂതം എന്നത് 5-നെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നഗം അല്ലെങ്കിൽ പർവ്വതം എന്നത് ഭാരതീയ പാരമ്പര്യത്തിൽ കുലപർവ്വതങ്ങൾ അഥവാ കുലാചലങ്ങൾ എന്ന് അറിയപ്പെടുന്ന 7 പ്രധാന പർവ്വതങ്ങളാണ്. മാഹേന്ദ്രം, മാലേയം, സഹ്യം, ശുക്തിമാൻ, ഋക്ഷം, വിന്ധ്യം, പാരിയാത്രം എന്നിവയാണ്. ഇനി കഥയിലേക്ക് വരാം.
സനകാദി മുനീന്ദ്രന്മാർ ഭാഗവത മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞതോടുകൂടി തന്നെ ജ്ഞാനവൈരാഗ്യങ്ങൾ യൗവനത്തെ പ്രാപിക്കുകയുണ്ടായി. പ്രേമസ്വരൂപിണിയായ ഭക്തി തൻ്റെ പുത്രന്മാരോടുകൂടി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നിങ്ങനെയുള്ള നാമങ്ങൾ ജപിച്ചുകൊണ്ട് അവിടെ സന്നിഹിതയായി. ഭാഗവതാർത്ഥമാകുന്ന അലങ്കാരങ്ങളും മനോജ്ഞങ്ങളായ വേഷഭൂഷാദികളും അണിഞ്ഞ അവളെ കണ്ട് സദസ്യർ മുനിമാരുടെ മധ്യത്തിൽ ഇവൾ വന്നെത്തിയത് എങ്ങനെയെന്ന് പരസ്പരം ചോദിക്കുവാൻ തുടങ്ങി. അപ്പോൾ സനകാദി മുനീന്ദ്രന്മാർ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഇവൾ ഭാഗവത കഥാർത്ഥത്തിൽ നിന്ന് അതിൻ്റെ സാരമായി ആവിർഭവിച്ചവളാണ്. ഇത് കേട്ട ഭക്തി സ്വപുത്രന്മാരോടുകൂടി സനകാദി മുനീന്ദ്രന്മാരെ നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മുനീന്ദ്രന്മാരെ, കലിദോഷം കൊണ്ട് ക്ഷയിച്ചവരായ ഞങ്ങളെ ഭവാന്മാർ ഭാഗവത കഥയിലൂടെ പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നു. ഞാനിനി ഈ സദസ്സിൽ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാലും. സനകാദി മുനീന്ദ്രന്മാർ പറഞ്ഞു: അല്ലയോ ദേവി, ഭക്തന്മാർക്ക് ഗോവിന്ദ സ്വാരൂപ്യമുക്തിയെ കൊടുക്കുന്നവളും പ്രേമസ്വരൂപിണിയും സംസാരരോഗത്തെ നശിപ്പിക്കുന്നവളുമായ ഭവതി എന്നെന്നും വിഷ്ണു ഭക്തന്മാരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ധൈര്യത്തോടുകൂടി വസിച്ചാലും. ഭവതി ആരുടെ ഹൃദയത്തിലാണോ അധിവസിക്കുന്നത് അവരുടെ നേരെ നോക്കുവാൻ പോലും കലിദോഷങ്ങൾക്ക് സാധിക്കുകയില്ല. സനകാദി മുനീന്ദ്രന്മാർ ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും ഭക്തി വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തിൽ ഉപവിഷ്ടയായി. സനകാദി മുനീന്ദ്രന്മാർ തുടർന്ന് പറഞ്ഞു: വിഷ്ണുഭക്തന്മാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിർധനരാണെങ്കിൽ പോലും അവർ ധന്യരാണ്. ആരുടെ ഹൃദയത്തിലാണോ ഭക്തി അധിവസിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ വിഷ്ണു ഭഗവാനും പ്രവേശിക്കുന്നു. ഭഗവാൻ വൈകുണ്ഠത്തെ വെടിഞ്ഞ് ഭക്തിയാകുന്ന സൂത്രത്താൽ ബന്ധിതനായി ഭക്തഹൃദയങ്ങളിൽ അധിവസിക്കുന്നു. വേദസമാനമായ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഇതിൽ കൂടുതൽ എന്തു പറയുവാനാണ്? ഈ സൽക്കഥയെ ചൊല്ലുന്നവനും കേൾക്കുന്നവനും ശ്രീകൃഷ്ണന് തുല്യനായി ഭവിക്കുന്നു. അവൻ പിന്നെ അന്യധർമ്മങ്ങളൊന്നും ആചരിക്കേണ്ട ആവശ്യം വേണ്ടിവരുന്നില്ല. ഇതി പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ഭക്തി കഷ്ട നിവർത്തനം നാമ തൃതീയോധ്യായ. അങ്ങനെ 3-ാം അധ്യായം സമാപിച്ചു. ഇനി 4-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.